ഗാന്ധി സ്മൃതി 2024 തുടക്കമായിരിക്കുക. കഴിഞ്ഞ 25 വർഷത്തോളമായി വൈപ്പിൻകരയിലെ ഗാന്ധിയുടെ ആശയങ്ങളെ, ഗാന്ധിയുടെ തത്വങ്ങളെ ജീവിതത്തിൽ പകർത്തുകയും അവയ്ക്ക് പ്രചാരം നൽകുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന വിവിധ ജനകീയ പ്രക്ഷോഭ രംഗങ്ങളിൽ സജീവ സാന്നിധ്യമായിക്കൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പ്രതിനിധീകരിച്ചുകൊണ്ട്, പ്രാതിനിധ്യം അറിയിച്ചുകൊണ്ട് പുതിയ കർമ്മരംഗങ്ങൾ നടപ്പാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഗാന്ധി വിചാരധാരയുടെ 14ാമത് ഗാന്ധി കലോത്സവത്തിന്റെ പുരസ്കാര വിതരണമാണ് ഇവിടെ നടക്കുന്നത്. അതോടൊപ്പം ഗാന്ധി വിചാരധാരയുടെ ആലോചനയിൽ ഇന്ന് നമ്മുടെ രാജ്യത്ത് ഗാന്ധിജിയെ തമസ്കരിക്കാൻ, ഗാന്ധിജിയുടെ ഓർമ്മ പോലും ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സംവിധാനങ്ങൾ നിലനിൽക്കുമ്പോൾ ഗാന്ധിജിയുടെ ആശയങ്ങളെ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്ന, അവയ്ക്ക് സാക്ഷ്യമാകുന്ന ആളുകളെ ആദരിക്കേണ്ടത്, ജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ് എന്ന ബോധ്യത്തിലാണ് ഇന്ന് സംസ്ഥാന തലത്തില് ഗാന്ധിജിയുടെ ആശയങ്ങളെ പ്രചരിപ്പിക്കുകയും വിവിധ രംഗങ്ങളില്, ആരോഗ്യരംഗത്ത്, മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളില്, അതുപോലെ തന്നെ മറ്റ് പ്രതിഷേധ രംഗങ്ങളിലൊക്കെ ഗാന്ധിജിയൻ ആശയങ്ങളെ, ഗാന്ധിജിയുടെ ജീവിതത്തെ അല്ലെങ്കിൽ ഗാന്ധിജിയുടെ ഓർമ്മ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കിടയിൽ ഗാന്ധിജിയുടെ സജീവമായ സാക്ഷ്യമായി നിലനിൽക്കുന്ന ഡോക്ടർ ജേക്കബ് വടക്കഞ്ചേരിക്ക് ബാപ്പു പുരസ്കാരവും കൂടി ഈ സമ്മേളനത്തിൽ വെച്ച് സമർപ്പിക്കുവാൻ തീരുമാനിക്കുകയും അത് ഇന്നിവിടെ നടപ്പാക്കുകയാണ്. നിരവധി പ്രതികരണ, പ്രതിരോധ, നിർമ്മാണ, പ്രതിഷേധ, ബോധവൽക്കരണ പരിപാടികളിലൂടെ ഈ ചെറു സംഘടന അതിന് ദൗത്യം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് മദ്യത്തിനെതിരെയുള്ള തുല്യായാലും, കേരളത്തിനെതിരെയായാലും, വിഴിഞ്ഞം പദ്ധതിക്കെതിരെയായാലും, അങ്ങനെ നാട്ടിലെ ജനങ്ങളെ ബാധിക്കുന്ന, ജനങ്ങൾക്ക് ദോഷകരമാകുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും സാധ്യമായ രീതിയിൽ പ്രതിഷേധിക്കുകയും അതിന് ബദലെന്തെന്ന് സർക്കാരിന്റെ മുമ്പിലും ജനങ്ങളുടെ മുമ്പിലും അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് ഗാന്ധി വിചാരധാര. ഞാൻ എന്റെ കുട്ടി, എന്റെ ചട്ടി, എന്റെ പട്ടി, എന്റെ വീട്, എന്റെ എന്നുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ എന്ന് പറയുന്ന ഒരു ബഹുവചനത്തിലേക്കുള്ള ഒരു പോക്കായി എന്നത് കാണുകയാണ്. ഈ 6 സുഹൃത്തുക്കളെയും ഇവിടെ പരിചയപ്പെടുത്തുകയാണ്. ഒരിക്കൽ കൂടി അവർക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് സമാരാധനായ ഡോക്ടർ എം പി മത്തായി സാറാണ്. ഈ നാട്ടിലെ ഏറ്റവും ശ്രേഷ്ഠങ്ങളായ പുരസ്കാരങ്ങളെല്ലാം സ്വീകരിച്ചിട്ടുള്ള ഒരാളാണ് പുരസ്കാര ദാനം നിർവഹിക്കുന്നത് എന്നുള്ളതാണ് ഈ ചടങ്ങിനെ വാസ്തവത്തിൽ വളരെ വളരെ ധന്യമാക്കുന്നത് എന്ന് ഞാൻ ആരംഭത്തിൽ തന്നെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഗാന്ധി ആരെങ്കിലും നിശ്ചിതമായി വിമർശിക്കുകയോ ഏതെങ്കിലും ഒരു ഗാന്ധി പ്രതിമയുടെ നേരെ ഒരു അതിക്രമം നടത്തുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആളുകൾ ഇവിടെ വളരെ വികാരഭരിതരായിട്ട് ഞങ്ങളോടൊക്കെ ചോദിക്കും, നിങ്ങൾ എന്ത് ചെയ്യുകയാണ്? ഞങ്ങൾക്കൊന്നും, എനിക്ക് പ്രത്യേകിച്ച് അതിന് യാതൊരുവിധ ആവലാതിയുമുള്ള ആളല്ല. കാരണം ആര് വിചാരിച്ചാലും തമസ്കരിക്കാൻ സാധിക്കാത്ത ചില ശക്തിവിശേഷങ്ങളും ചില പ്രതിഭകളും. സൂര്യനെ നമ്മൾ മറയ്ക്കാൻ ശ്രമിച്ചാൽ കാർമേഘങ്ങളിൽ നിന്ന് സൂര്യനെ മറയ്ക്കുന്നത് നമ്മൾ കാണും ഇടയ്ക്കൊക്കെ. അങ്ങനെ സ്ഥിരമായിട്ട് നമുക്ക് മറയ്ക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. അത് സ്വയം പ്രഭയാണ്, അത് ഒരു വറ്റാത്ത ശക്തി സ്രോതസ്സാണ്. എതിർപ്പുകൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം ഈ സമൂഹത്തിൽ ചലനങ്ങൾ ഉണ്ടാക്കി തുടങ്ങി, നിങ്ങളുടെ പ്രതിയോഗികൾ നിങ്ങളെ തിരിച്ചറിഞ്ഞു തുടങ്ങി എന്നാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അതുകൊണ്ട് ജേക്കബ് ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്,
അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ജയിലിൽ പോയിട്ട് അദ്ദേഹം നന്ദകുമാറിയിരിക്കുന്നു. വേറൊരാൾ മാധ്യമ പ്രവർത്തനത്തിന്റെ വഴിയിൽ സഞ്ചരിച്ച് അടിയും ജയിലും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ജേക്കബിനെ പോലെ സ്വീകരിക്കുന്നയാളാണ് അദ്ദേഹം. അതുകൊണ്ട് ഇതൊരു നിങ്ങളെല്ലാവരും ജേക്കബിനെ പോലെ ആകണമെന്ന് ഞാൻ പറയുകയല്ല. ഇങ്ങനെ ചാടി നടന്ന അടി എന്തെന്നാ പറയുക, എവിടെയാണ് അടി കിട്ടാൻ സാധ്യതയുള്ളത് ആരെങ്കിലും അങ്ങനെയല്ല ചെയ്യേണ്ടത്. പക്ഷേ ഇതൊരു സാഹസികമായ പ്രവൃത്തിയാണ്. ഒരു പ്രത്യേക സമരത്തെ പറ്റി ഞാൻ പറയാം. ഗാന്ധി യുവമണ്ഡലം എന്ന് പറഞ്ഞ യുവാക്കളുടെ ഒരു സംഘടന ഉണ്ടായിരുന്നു. മാത്യൂസും ജേക്കബൊക്കെ അതിൽ കൂടി വന്നവരാണ്. ആ സംഘടന അഴിമതി, നമ്മുടെ നാട്ടിൽ ഒരു സമയത്ത് ഈ അഴിമതി വലിയ ഒരു പ്രശ്നമായിട്ട് വരികയും അത് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യും. പക്ഷെ അത് വേണ്ടത്ര ഈ പൊതുസമൂഹം അപകടകരമായ ഈ പ്രശ്നം ഏറ്റെടുക്കുന്നില്ല എന്നൊരു തോന്നൽ ഞങ്ങൾക്കുണ്ടായി. അപ്പൊ അതിനെതിരെ ഒരു ഡെമോൺസ്ട്രേഷൻ, ഒരു സമരം നടത്തണം. അതെങ്ങനെ വേണം എന്നുള്ളത് ആലോചിച്ചു. സാധാരണഗതിയിൽ എവിടെയെങ്കിലും ഒരു ധർണ നടത്തുക, അല്ലെങ്കിൽ ഒരു പിക്കറ്റിംഗ് നടത്തുക, അപ്പൊ പോലീസുമായിട്ട് ഒരു ഏറ്റുമുട്ടൽ, അപ്പൊ മീഡിയക്കാർ ഒരു പടം, അന്ന് ഇലക്ട്രോണിക് മീഡിയ എന്നുള്ള കാലം. ഞങ്ങൾ തീരുമാനിച്ചത് അങ്ങനെ വലിയൊരു സംഘം കൂടി, ആളുകളുടെ എണ്ണം അനുസരിച്ചാണല്ലോ പ്രതിരോധത്തിന്റെ ഒരു തോത് അളക്കപ്പെടുന്നത്. അതിന്റെ ഒരു ഫലപ്രാപ്തിയൊക്കെ അങ്ങനെയാണ്. എണ്ണാമെങ്കിൽ എണ്ണിട്ടു എന്നൊക്കെ പറയുന്ന രീതിയിൽ ഞങ്ങൾ തീരുമാനിച്ചത് ഒരാൾ പ്രതിഷേധിക്കുക. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ, പാറശാല വരെ ഒരാള് അഴിമതിക്കെതിരെ ഒരൊറ്റയാൾ പദയാത്ര നടത്തുക. ഇപ്പൊ ഗാന്ധി യുവമണ്ഡലത്തിൽ നിന്ന് ഇതാര് വേണം എന്ന് ആലോചിച്ചപ്പോൾ അതിന് ചീട്ടു വീണത് എന്ന് പറയാൻ ജേക്കബിനായിരുന്നു എന്നുള്ളതാണ്. ഒരു പ്ലക്കാർഡ്, വേറൊന്നുമല്ല, ഒരു പ്ലക്കാർഡ്, അഴിമതിക്കെതിരെയുള്ള ഒരു പ്ലക്കാർഡ്, ഒരു മുദ്രാവാക്യബന്ധി പ്ലക്കാർഡുമായിട്ട് ഒരാളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ചെറുപ്പക്കാരനാണ്, കാസർഗോഡ് നിന്ന് ഒറ്റയ്ക്ക് നടക്കാൻ ഒറ്റയാൾ പദയാത്ര. അത് നടത്തി വിജയകരമായി പൂർത്തിയാക്കിയ ആളാണ്. നമ്മൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ അത് ചലനമുണ്ടാക്കിയ നാട്ടിൽ ഈ പ്രശ്നം ചർച്ച ചെയ്യപ്പെട്ടു എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കാം. കുട്ടികൾക്ക് സാധിക്കും അങ്ങനെ ഒറ്റയ്ക്ക് ഒരു പ്രതിഷേധം നടത്തുന്നതിന് സാധിക്കുമോ എന്നുള്ളത് ആലോചിക്കേണ്ടതാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരാളെ ഈ സംഘടന ഈ ബാബു പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തതിൽ ഞാൻ അവരെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ഈ പുരസ്കാരങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ മൂല്യം അംഗീകരിക്കപ്പെടുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, അതിന്റെ വലിപ്പമല്ല, അത് ആർക്ക് കൊടുക്കുന്നു എന്നുള്ളത് ഒന്ന്. രണ്ടാമത്, ആര് കൊടുക്കുന്നു എന്നുള്ളതും വളരെ പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് പുരസ്കാരം നൽകുന്നതിനെ പറ്റി ആലോചിച്ചപ്പോൾ ഞാൻ മാത്യൂസ് എന്നോടും ഒക്കെ പറഞ്ഞൊരു കാര്യം, നമുക്കതിന് ഏറ്റവും പറ്റിയ ഒരാളാണ്. അപ്പൊ ഞങ്ങളുടെ മനസ്സിൽ വന്ന ആദ്യത്തെ പേര് ശ്രീ സി രാധാകൃഷ്ണൻ അവരുടെയാണ്. അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടി സ്നേഹപൂർവം അത് സ്വീകരിച്ചു. അതുകൊണ്ട് ഈ പുരസ്കാരത്തിന്റെ മഹത്വം ഇരട്ടിയാകുന്നു എന്ന് പറയുന്നതിന് എനിക്ക് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് എല്ലാ പുരസ്കാര ജേതാക്കളെയും, പ്രത്യേകിച്ച് ശ്രീ ജേക്കബ് വടക്കഞ്ചേരിയെ ഞാൻ അഭിനന്ദിക്കുന്നു. ജേക്കബിനെ അഭിനന്ദിക്കുമ്പോൾ അതിന്റെ 1% എനിക്കും തിരികെ കിട്ടും എന്നുള്ളത് എനിക്കറിയാം. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനത് പറയുന്നത്. ഈ പുരസ്കാരം സമർപ്പിക്കുന്നതിന് വളരെ സ്നേഹപൂർവ്വം സംബന്ധിച്ച് ഇവിടെ എത്തിച്ചേർന്ന ശ്രീ സി രാധാകൃഷ്ണൻ അവരോടുള്ള നമ്മളുടെ കടപ്പാട് രേഖപ്പെടുത്തി കഴിഞ്ഞു. ഞാൻ വ്യക്തിപരമായി എന്റെ ഒരു സ്നേഹവും ആദരവും കടപ്പാടും ആ കാര്യത്തിൽ രേഖപ്പെടുത്തുന്നു. മാത്യൂസിന്റെ ഈ പരിശ്രമം വളരെ ഫലപ്രദമായി മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. മാത്യൂസും സഹപ്രവർത്തകരും കുടുംബവും ഒക്കെ ആഗ്രഹിക്കുന്നത് പോലെ കൂടുതൽ ചെറുപ്പക്കാര് ഈ ഗാന്ധി മാർഗത്തിലേക്ക് കടന്നു വരുന്നതിന് ഈ പ്രവർത്തനം പ്രചോദകമാകട്ടെ, വഴികാട്ടിയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ച എന്റെ വാക്കുകളോട് സംബന്ധിച്ചു. ആരാധ്യനായ അധ്യക്ഷനും എൻ്റെ പ്രിയ സുഹൃത്ത് ഡോക്ടർ ജേക്കബ് വടക്കഞ്ചേരിക്കും നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ചുമതലക്കാരനായിരുന്ന അക്കാരി സാറിനും വേദിയിലുള്ള എല്ലാ മഹാജനങ്ങൾക്കും സദസ്സിലുള്ള കുട്ടികൾക്കും അമ്മമാർക്കും
എൻ്റെ വിനയം നിറഞ്ഞ സ്നേഹം. ഈ ഭൂമിയിൽ എല്ലാ മനുഷ്യർക്കും സുഖമായി സന്തോഷമായി ജീവിക്കാനുള്ള വിഭവങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് നേരെ. പ്രത്യേകിച്ചും ഈ കാലത്ത് ലോകത്തെവിടെയുമുള്ള എന്തും ലോകത്ത് മറ്റെവിടെയും എത്തിക്കാനുള്ള എല്ലാ സൗകര്യവും ഉണ്ടായി കിട്ടിയ സ്ഥിതിക്ക് ആരും പട്ടിണി കൊണ്ടോ ഇല്ലായ്മ കൊണ്ടോ നരകിക്കേണ്ട ഒരു കാര്യവും വാസ്തവത്തിലില്ല. പക്ഷെ എന്താണ് ഭൂമിയിൽ ഇന്നുള്ള ആളുകളിൽ 40% ദാരിദ്ര്യത്തിലായി കഴിയുന്നത് ഇപ്പോഴും. ശാസ്ത്രവും സാങ്കേതിക ശാസ്ത്രവും ഒക്കെ ഇത്രയും പുരോഗമിച്ചിട്ടും എന്തുകൊണ്ടാണ് ഇപ്പോഴും ലോകത്ത് 20% കുട്ടികൾ പോഷകാഹാരക്കുറവ് മൂലം രോഗം ബാധിച്ച് അകാലത്ത് മരിച്ചു പോകുന്നത്? ഇതിന്റെ കാരണം ഞാൻ കൊടുക്കില്ല, ഞാൻ തരില്ല എന്നൊരു മനോഭാവം മാത്രമാണ്. അതുകൊണ്ടാണ് മഹാത്മജി പണ്ടേ പറഞ്ഞത്, ഭൂമിയിലെ എല്ലാവരുടെയും ആവശ്യങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാനുള്ള എല്ലാ വഴിയും ഭൂമിയിൽ തന്നെയുണ്ട്. പക്ഷേ ആരുടെയും ആർത്തിക്ക് പരിഹാരമുണ്ടാക്കാൻ സാധ്യമല്ല. നല്ല കാലത്തിന് ഈയിടെ നമ്മുടെ മുഖ്യമന്ത്രി പറയുകയുണ്ടായി, ആർത്തിയാണ് എല്ലാ കാര്യങ്ങളുടെയും കുഴപ്പത്തിന് കാരണം എന്ന്. ആർത്തിയാണ് എല്ലാ കാര്യങ്ങളുടെയും കുഴപ്പത്തിന് കാരണമെന്ന് പണ്ട് പറഞ്ഞ ഒരാളാണ് മഹാത്മജി. പക്ഷേ നമുക്ക് തുടർന്ന് കിട്ടിയ സർക്കാരുകൾ ഒന്നും തന്നെ നേര് പറഞ്ഞാലോ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു എങ്കിലും ഈ ഒരു ആർത്തി എന്ന വികാരത്തിനെതിരെ ഭരണപക്ഷത്ത് നിൽക്കാൻ കഴിയാതെ പോയതുകൊണ്ടാണ് നമുക്കിപ്പോഴും നരകം അനുഭവിക്കേണ്ടി വരുന്നത്. നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ലോകത്തുടനീളം ഈ ഭൂമിയിലുള്ള എല്ലാവരും സുഖമായിരിക്കണം എന്ന് ആഗ്രഹക്കാരാണ് എല്ലാ നാടും ഭരിച്ചിരുന്നത് എങ്കിൽ നമുക്ക് ഈ ലോകത്തെത്രയും സൈന്യങ്ങൾ വേണ്ട, ആയുധങ്ങൾ വേണ്ട, അതിർത്തികൾ വേണ്ട, പട്ടാളങ്ങൾ വേണ്ട, ഒരു ദോഷവും വേണ്ട, ആവശ്യമില്ലായിരുന്നു. പക്ഷേ ആ ഒരു തോന്നൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഗാന്ധിജി പ്രസക്തനായ ഒരു വലിയ ഗുരുനാഥനായി മാറുന്നത്. ചെറിയൊരു കാര്യമല്ല. ലോകം നാളെ ശരിയായി കിട്ടാനുള്ള എല്ലാ മാർഗവും വളരെ സരളമായി ലഘുവായി അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒന്നുമില്ല, അൺടു ദി ലാസ്റ്റ്, അതായത് ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന അവസാനത്തെ ആളുടെ എന്തെങ്കിലും സന്തോഷം ജനിപ്പിക്കാൻ തക്ക ഒരു നടപടി സ്വീകരിക്കുന്നതാണ് എല്ലാവർക്കും ആവശ്യം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കുറച്ചുപേര് ഇന്ത്യ മഹാരാജ്യം ഇപ്പോഴും ഉണ്ട് ഇതേപോലെ. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യം ഇത്രയെങ്കിലും പച്ചയായിട്ട് നിലനിൽക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇങ്ങേരുടെ പുറകെ പോകുന്നവർ കുട്ടികൾക്കിടയിൽ ഉണ്ടായി കാണണം എന്നാണ് എന്റെയും ചിലപ്പോൾ അദ്ദേഹത്തിന്റെയും മോഹം എന്നാണ് എന്റെ വിചാരം. അത് പറയാനാണ് ഞാൻ കഷ്ടപ്പെട്ട് ഇവിടേക്ക് വന്നത്. ശരിയാണ്, ഞാനിപ്പോൾ അധികം മീറ്റിങ്ങുകൾക്ക് പ്രസംഗിക്കാൻ പോകാറില്ല. കാരണം നിഷ്പ്രയോജനമാണ് അറിയാവുന്നതാണ്. തൃശ്ശൂർ അക്കാദമിയിൽ ഒരു സാഹിത്യ പൂരം നടന്നു. ഞാൻ പോയില്ല, അവരെന്നെ വിളിച്ചിരുന്നു, പോയില്ല. കാരണം അതൊന്നും സംഭവിക്കാനില്ല എനിക്കറിയാവുന്നതുകൊണ്ടാണ്. കോഴിക്കോട്ട് ഒരു സാഹിത്യ മഹാപൂരം നടന്നു. അതിനും വിളിച്ചിരുന്നു, അതിനും പോയില്ല. ഇതങ്ങനെയല്ല. ഇത് എന്തെങ്കിലും ഓരോന്ന് പറയണമെന്നും അത് പറയുന്നത് അദ്ദേഹത്തിന്റെ പുറകെ ചെല്ലാൻ ആഗ്രഹിക്കുന്നവർക്കും പ്രേരണയാകണമെന്നും എനിക്ക് മോഹമുണ്ട്. ആ മോഹം നിങ്ങളുടെ മുന്നിലൊക്കെ അവതരിപ്പിച്ച് ഇങ്ങനൊരു സംഭവം വിളിച്ചുകൂട്ടി ഇങ്ങനെയൊരു മഹാകാര്യം ചെയ്ത് എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനവും നന്ദിയും പറഞ്ഞ് നിങ്ങൾക്കും നിങ്ങളുടെ സന്തതി പരമ്പരകൾക്കും എല്ലാ ഭാവുകങ്ങളും ആശംസിച്ച് നിർത്താം. നമസ്കാരം. അധിഷ്ഠിതമായ ജീവിതശൈലി രൂപപ്പെടുത്തിക്കൊണ്ട് സാമൂഹ്യ തിന്മകൾക്കെതിരെയുള്ള പോരാട്ട വീഥികളിൽ ഉജ്ജ്വലവും ദീപ്തവും ഉദാത്തവുമായ മുഹൂർത്തങ്ങളിലൂടെ ജനമനസ്സുകളിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ ഡോക്ടർ ജേക്കബ് വടക്കഞ്ചേരി തന്റെ കർമ്മപഥങ്ങളിൽ വേറിട്ട
വഴികൾ സ്വീകരിച്ചും മദ്യനിരോധനം, ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ സുസ്ഥിരത, പ്രകൃതി ചികിത്സയുടെ വ്യാപനം, ജനവിരുദ്ധ വികസന രീതികൾക്കെതിരെയുള്ള സന്ധിയില്ലാ സമരം, ഭരണകൂട ഭീകരതകൾക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പ്, മികച്ച പ്രഭാഷകൻ, മികച്ച സംഘാടകൻ എന്നീ പ്രവർത്തനങ്ങളിലൂടെ ഗാന്ധി മാർഗത്തിന്റെ പ്രസക്തി വിളിച്ചോതുന്ന സാക്ഷ്യങ്ങൾക്കായി ഗാന്ധി വിചാരധാരയുടെ ബാപ്പു പുരസ്കാരം ഡോക്ടർ ജേക്കബ് വടക്കഞ്ചേരിക്ക് അഭിമാന പുരസ്കാരം സമർപ്പിക്കുന്നു. ഗാന്ധി വിചാരധാര, ഗാന്ധി പഠന കേന്ദ്രം, ഞാറക്കൽ PO, എറണാകുളം ജില്ല. ഗാന്ധി വിചാരധാര ശ്രീ CK ബാഹുലയന് സമർപ്പിക്കുന്ന 2024 ഗാന്ധി പുരസ്കാരം. ഗാന്ധി വിചാരധാര ശ്രീ ജോയ് നായകമ്പലത്തിന് സമർപ്പിക്കുന്ന 2024 ഗാന്ധി പുരസ്കാരം. ഗാന്ധി വിചാരധാര ശ്രീമതി MR വനജയ്ക്ക് സമർപ്പിക്കുന്ന 2024 ഗാന്ധി പുരസ്കാരം. ഗാന്ധി വിചാരധാര ശ്രീ KP ശിവപ്രസാദിന് സമർപ്പിക്കുന്ന 2024 ഗാന്ധി പുരസ്കാരം. ഗാന്ധി വിചാരധാര ശ്രീമതി PK മായിക്ക് സമർപ്പിക്കുന്ന 2024 ഗാന്ധി പുരസ്കാരം. ഇവിടെ ഈ അവാർഡ് സ്വീകരിക്കുന്നതിനും അതേപോലെ തന്നെ ഏറ്റവും എനിക്ക് ആദരവുള്ള ശ്രീ രാധാകൃഷ്ണൻ സാറിൽ നിന്ന് ഈ അവാർഡ് ഏറ്റുവാങ്ങാൻ കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം മത്തായി സാറ് പറഞ്ഞതുപോലെ എൻ്റെ പഠനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായങ്ങൾ വൈപ്പിനിയിലാണ് ഉണ്ടായത്. 1980 മുതൽ മദ്യത്തിനെതിരായ പ്രവർത്തനങ്ങളും തുടർന്ന് സ്വാശ്രയവൈദ്യം പ്രവർത്തനങ്ങളും 1980 മുമ്പ് എൻ്റെ കുട്ടിക്കാലം തന്നെ കർത്തയിടം സെന്റ് ജോർജ് പള്ളിയിലെ സംഘടനകളുമായി ബന്ധപ്പെട്ടുള്ള, അതേപോലെ തന്നെ സ്കൂളിലെ യങ് ഫാർമേഴ്സ് ക്ലബും സ്കൗട്ടും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി തരത്തിലുള്ള ഓർമ്മകളിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. വൈപ്പിനിയിൽ നിന്ന് എൻ്റെ പ്രവർത്തനങ്ങൾ മറ്റൊരു ദിശയിലേക്ക് മാറുന്ന ഒരന്തരീക്ഷം ഉണ്ടാകുന്നത് അതിപ്പോഴും എൻ്റെ മനസ്സിൽ വൈപ്പിനിയിൽ ഉണ്ടായിരുന്ന ഞാനാണോ, ഇപ്പോൾ പ്രകൃതി ജീവനത്തിൻ്റെ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഞാനാണോ, ഏത് ഞാനിലേക്കാണ് തുടർന്ന് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള ഒരു ചിന്തയൊക്കെ എൻ്റെ മനസ്സിലേക്ക് പലപ്പോഴും കടന്നു വരാറുണ്ട്. ഇന്ന് കേരളത്തിലെ ഗാന്ധിമാർഗ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഭാരതത്തിലെ ഗാന്ധിമാർഗ പ്രവർത്തനങ്ങൾ തന്നെ ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുന്ന ഒരു കാലഘട്ടത്തിൽ ഗാന്ധിയ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കപ്പെടുകയും വികൃതമാക്കപ്പെടുകയൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള ഗൗരവമായ ഒരു ആലോചന നിരന്തരമായ വഴിയിൽ നടക്കുന്നുണ്ട്. ഇവിടെ ഇന്ന് ശ്രീ രാധാകൃഷ്ണൻ സാറും എൻ്റെ ഗുരുനാഥനും വഴികാട്ടിയൊക്കെയായ മത്തായി സാറും ഒക്കെ പറഞ്ഞ വാക്കുകൾ അതൊന്നുകൂടെ കൂടുതൽ ആഴത്തിലേക്ക് ചിന്തിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നുണ്ട്. വാസ്തവത്തിൽ മാത്യൂസ് ഈ അവാർഡ് സ്വീകരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം മാത്യൂസിനോട് പറഞ്ഞത്, മാത്യൂസ് എനിക്കൊരു അവാർഡ് തരുന്നതിൽ എന്താണ്, ഞങ്ങൾ അത്രയേറെ ആത്മബന്ധമുള്ളവരും അത്രയേറെ കാലം ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുള്ളവരുമാണ്. അതുകൊണ്ട് നമുക്ക് പറ്റിയ ഒരാളെ കണ്ടുപിടിക്കുകയില്ല നല്ലതെന്ന് ഞാൻ ചോദിച്ചിരുന്നു. പക്ഷെ മാത്യൂസ് നിർബന്ധം പിടിക്കുമ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ അറിയാവുന്ന മാത്യൂസ് അത്തരം തീരുമാനമെടുക്കുകയും അതിൽ ഉറച്ചു വെക്കുകയും ചെയ്യുമ്പോൾ അത് ഒരു വിധത്തിൽ സന്തോഷം കൂടുതൽ വരുന്നൊരു കാര്യം തന്നെയായിട്ട് എനിക്ക് തോന്നി. ഏതായാലും
എന്റെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ, കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ വൈപ്പിങ്ങരയിലെ ഈ ചടങ്ങ് കുറച്ചുകൂടെ പ്രേരണ വരും, ശക്തി വരുന്നുണ്ട്. നിങ്ങൾ ഓരോരുത്തരുടെയും പിന്തുണ തുടർന്നുള്ള എന്റെ പ്രവർത്തനങ്ങൾക്ക് ഉണ്ടാകണം എന്ന അഭ്യർത്ഥനയോടെ നന്ദി, നമസ്കാരം.